പോലീസും കൊലപാതകമാണെന്നുള്ളൊരു നിഗമനത്തിലാണ് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കൃത്യമായൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പോലീസ് തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു കൃത്യമായി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതൊന്നും അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇത്ര നേരം അകത്തുണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാനോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം അന്വേഷണം തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് നേരത്തെ ഇവിടെ ഒരു ആസാം സ്വദേശി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ അവരുടെ ഈ വിജയകുമാർ സാറിൻ്റെ കസിൻസ് പെങ്ങന്മാരെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പെങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ഒരു ആസാം സ്വദേശി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിടുകയും അദ്ദേഹം ഇവിടുന്ന് പോകുന്ന പോക്കിൽ ഒരു 1,00,000 രൂപയോളം വില വരുന്ന ഒരു ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അത് പരാതി കൊടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് ഇദ്ദേഹവുമായി എന്നുവെച്ചാൽ വിജയകുമാർ സാറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരുമായിട്ടും വളരെ സൗഹൃദപരമായിട്ടും പുള്ളി ഒരു ഒതുങ്ങിയ പ്രകൃതക്കാരൻ. അതൊന്നും നമുക്ക് നിയമത്തിലോട്ട് എത്താൻ പറ്റത്തില്ല. പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടത്. ഇത് തകൃതിയായി തന്നെ നടക്കുന്നു. ഇവിടെ എല്ലാ എസ് പിയും ഡിവൈഎസ്പി എല്ലാവരും തന്നെ ഉണ്ട്. അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അല്ല, ഇപ്പം പോലീസും അതിന് ഫോറൻസിക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. അതുപോലെ ഡോഗ് സ്ക്വാഡും ഒക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫുൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് ബോഡി എടുക്കാൻ സാധിക്കത്തില്ല. ഒന്നും അത് ഞാൻ പറഞ്ഞു അകത്തോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പോലീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. കാരണം ആ ക്രൈം സ്പോട്ടിൽ വേറെ ആൾ കയറാൻ പാടില്ല എന്ന് ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കയറിയില്ല. ജസ്റ്റ് നോക്കി ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നോക്കി. വല്ലാത്ത രീതിയിൽ തലപൊട്ടി കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ CA വിളിക്കുകയായിരുന്നു.